എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. 2. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ II ആയിരുന്നു. 3. കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൻവർ സിംഗ് ആയിരുന്നു. 4. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏതു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? 1. അയൽപക്ക രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കവും ലോക സമാധാനവും. 2. എവറസ്റ്റിലെ മാലിന്യ സംസ്കരണം. 3. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 ശരി. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? 1. ആഗോളതാപനം കുറയ്ക്കുക. 2. ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക. 3. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3 ശരി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം? ഓപ്ഷൻ എ ആണ്, 1 ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ചിനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ? 1. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. 2. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. 3. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. 4. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? 1. 1991 ആരംഭിച്ചു. 2. ആഗോളവൽക്കരണം. 3. നരസിംഹം റിപ്പോർട്ട്. 4. കാർവേ കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിന്റെ ശാസ്ത്രനാമമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗോതമ്പ്. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. 2. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു. 3. ഡോക്ടർ എസ് സ്വാമിനാഥൻ നയിച്ചു. 4. രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, 2 ശരിയല്ല. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കാം. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2 മാത്രം. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1989 61ാം ഭേദഗതി. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2 മാത്രം. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം? ഓപ്ഷൻ എ ആണ് 2007 മെയ് 4.
കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോടുകൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്. ഓപ്ഷൻ ബി ആണ് എലിസ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് IgA. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ. ഓപ്ഷൻ ബി ആണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ. ഓപ്ഷൻ എ ആണ് HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ABCD. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം? ഉത്തരം ഓപ്ഷൻ ബി ആണ് വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ് SpaceX. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി ആണ് 7ന് മുകളിൽ. അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഉത്തരം ഓപ്ഷൻ സി ആണ് D ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ് 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ബി ആണ് നിക്രോം. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരി. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി. ഓപ്ഷൻ ബി ആണ് നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് 3 മാത്രം തെറ്റ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 3 മാത്രം ശരി. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലെത്തിയത്. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? ഉത്തരം ഓപ്ഷൻ എ ആണ് 14. BNSന്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അധ്യായം 11. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 7 വർഷം വരെ തടവ്. BNS- അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് സെക്ഷൻ 47. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെപ്പറ്റി വിശദീകരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഏതു സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ് സെക്ഷൻ 23. ഏതെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ആക്രമണം. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു ഓപ്ഷൻ എ ആണ് രേഖയാണ്. ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെപ്പറ്റി അറിയിക്കേണ്ടതാണ്. എക്സ് മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമോ ആയ താമസ സ്ഥലം. വൈ ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ
മൃതദേഹത്തിന്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യുക. ഉത്തരം ഓപ്ഷൻ സി ആണ് എക്സും വൈയും. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് തദ്ദേശ ഭരണത്തലവൻ. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാവും? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. വിവര സാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ടേബിൾ ഒന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ സി ആണ് പ്രേഷക. നിഷ്ഫലയത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് കാകദന്ത ഗവേഷണം. നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്തു രൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ ആണ് വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് അഷ്ടമുടി. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ഡി ആണ് പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് എന്ന പദത്തിന്റെ പരിഭാഷാ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് പ്രാകൃതമായ. താഴെ കൊടുത്തവയിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം ഏത്? ഓപ്ഷൻ സി ആണ് കാനനം, ഗഹനം, വിപിനം. ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. പിക്ക് ദ കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി സെന്റൻസ്. ഓപ്ഷൻ ഡി ആണ് മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സെന്റൻസ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഷാൾ വി. കംപ്ലീറ്റ് ദ സെന്റൻസ് ബൈ ആഡിംഗ് എ സ്യൂട്ടബിൾ വേർഡ് ഗിവൻ ബിലോ. ഇഫ് ഷീ ഹാഡ് സ്റ്റഡിഡ് ഹാർഡർ ഷീ ഡാഷ് പാസ്ഡ് ദ എക്സാം. ഓപ്ഷൻ സി ആണ് വുഡ് ഹാവ്. സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് കളക്റ്റീവ് നൗൺ. ഓപ്ഷൻ എ ആണ് എ പ്രൈഡ് ഓഫ് ലയൺസ് റോംഡ് ദ ഫോറസ്റ്റ്. Choose the correct one-word substitute. A person who does not believe in the existence of God is called a. Option C ആണ് ആൻസർ വരിക. Choose the antonym of abandon. Option C ആണ് ആൻസർ വരിക. Choose the correct spelling. Option A ആണ് ആൻസർ വരിക. Fill in the blank. The minister presided dash the meeting. Option A ആണ് over.